വെൽക്കം ടു സെറ്റ് ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡേ 3 പാർട്ട് 3 ആണ്. നമ്മൾ സ്പീഡ് കോഴ്സ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്. അത് ജനുവരി 16 മുതൽ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങും. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. 50 പേർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്. ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം അയച്ചു. So chapter 1 arithmetic day 3 topic 3 algebra of arithmetic sequence part 3 short answer type question ആണ് 3 മാർക്കിന്റെ 3 മാർക്കിന്റെ question if 5 square into 5 raised to 4 into 5 raised to 6 into 5 raised to 2n is equal to 0.04 raised to minus 21 what is it? മാർച്ച് 2016 ചോദിച്ചതാണ് SSLCക്ക്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 5 സ്ക്വയർ 5⁴ ഇതെല്ലാം മൾട്ടിപ്ലൈ. അപ്പോൾ ഒരേ ബേസ് ആണ്, ഈ താഴെ സംഖ്യകളാണ് ഒന്ന് തന്നെയാണെങ്കിൽ അത് ഒരു തവണ എഴുതിയിട്ട് ബാക്കി മുകളിലുള്ളത് കൂട്ടാം. അങ്ങനെയാണ് മാത്സ്. 2 + 4 + 6 + etc to 2n. ഓക്കെ, ഈക്വൽ ടു ഈ 0.04 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ കിട്ടുന്നത്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 / 100 ആണ്. ഓക്കെ, ഓൾ റേസ് ടു -21. നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ മേലെ ഇപ്പൊ സപ്പോസ് x⁻⁻1 എന്ന് പറയുന്നതിന്റെ അർത്ഥം 1/x⁻1 എന്നാണ്. അപ്പോൾ x⁻⁻2 എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം 1/x² എന്നാണ്. രണ്ട് സെയിം ആണ്, രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 4/100 റേസ് ടു -21 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റേസ് ടു +21 എഴുതിയിട്ട് അതിന്റെ മീതെ ഇടുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4/100 റേസ് ടു 21. ഇവിടെ രണ്ടുണ്ട്, ഇവിടെ രണ്ടുണ്ട്, എല്ലാത്തിലും രണ്ടുണ്ട്. രണ്ടിന്റെ കൂടുതലാണ്. അപ്പൊ രണ്ടങ്ങനെ പുറത്തെടുത്തിട്ട് സാറ് ബാക്കി 2 × 1 ആണ് 2 1 പ്ലസ് 2 × 2 4 4 അപ്പൊ 2 ബാക്കി വരും. ഈ 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. സോ 3 ബാക്കി വരും. എക്സെട്ര ഇവിടുന്ന് 2 പോരുമ്പോ n ബാക്കി വരും. ക്ലിയർ ആണ്? ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ സം ഓഫ് നാച്ചുറൽ നമ്പർ ആണ്. കിട്ടിയോ? സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 5⁻²2 into sum of natural number n into നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടാണ് n + 1 divided by 2. n + 1, this is 1 divided by 2. So what happens is 2 get cancelled, okay? And this is equal to 4. 4 നെ നമ്മൾ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 divided by എന്താണ് 25. 1 divided by 25 all raised to 21. and മീതെ 1 ഉണ്ട്, മറന്നു പോയത്. Okay. Now what is 25? 25 ന് പകരം നമുക്ക് ഇതിനെ 1 divided by 5² 5² all raised to അല്ല raised to എന്താണ് 21. Okay. Yes. ഇനി ഈ 1/whole raised to 1/5². ഓക്കെ, ഇത്ര നീക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഇപ്പുറത്തേക്ക് നിർത്തി എഴുതാം. ഒന്നുകൂടി സാർ അത് എഴുതാം. നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് 5⁻n into n + 1 കിട്ടി. ഈക്വൽ ടു 1/5² all raised to നമ്മൾ നേരത്തെ ചെയ്തില്ല, എന്തൊരു മിസ്റ്റേക്ക് വന്നല്ലോ. ഇവിടെ x⁻2 ഈക്വൽ ടു 1 divided by ഇത് മുകളിൽ വന്നല്ലോ. ശരി, ഇല്ല മിസ്റ്റേക്ക് ഒന്നുമില്ല. റേസ് ടു 21 റേസ് ടു മുകളിൽ 1 ഉണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ? 1 divided by 1/25 all raised to 21. 1 divided by y² എന്നുള്ളത് ഇവിടെ ഒരു 1 കൂടി മുകളിൽ എഴുതണം. 1 divided by 1/5² raised to 21. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 divided by 1/5² all raised to 21 ആണ് നമുക്ക് പറയുന്നത് അല്ലേ. അപ്പോൾ
നമുക്ക് മുകളിലേക്ക് എടുത്ത് എഴുതണം. മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ ഈ 5² എന്നുള്ളത് മൊത്തത്തിൽ മുകളിൽ നിന്നൊക്കെ മൈനസ് ആവും. സോ ദിസ് ബിക്കം 5n+1 എല്ലാം മൈനസ് ആവും. ആദ്യം നമുക്ക് ഈ 1 അവിടെ നിർത്തുന്നു. ഈ 1/5² എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? ഈ ആദ്യം ബ്രാക്കറ്റിനകത്തോളം മാത്രം സാറ് ചെയ്യണം. 1/5⁻², all raised to 21. Okay, so this is equal to 1/5² ഈ -2 കൊണ്ട് ഗുണിക്കാം. You will get a -42. മൈനസ് ഉള്ള പോസിറ്റീവ് സംഖ്യയിൽ മൈനസ് ആക്കി എഴുതാൻ തിരിച്ചു എഴുതാം. സോ ദിസ് ബിക്കം 5/40. ഇത് മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ 5/42. സോ ഇവിടെ 5n/n+1 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 5/42 കിട്ടിയത്. ദിസ് ഈസ് 42. So that means n/n+1 is equal to 42. അകത്തോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ n n² plus into n is equal to 42. ഇനി നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ബിക്കം n² plus n minus 42 equal to 0. ഇനി മിഡിൽ ടൈം സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് രണ്ട് സംഖ്യകൾ നമുക്ക് ഗുണിക്കുമ്പോൾ -42 കിട്ടണം, കൂട്ടുമ്പോൾ എന്താണ് ഇവിടെ 1 ആണ്, 1 കിട്ടണം. അങ്ങനെ രണ്ട് സംഖ്യകൾ 7 മാറും. സോ വി ക്യാൻ റിട്ടൺ ആസ് n² plus 7n minus 6n. 7 4 n കിട്ടും. രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാലോ 7 × 6 -42 കിട്ടും. ഇത് അറിയില്ലെങ്കിൽ ഈ മെത്തേഡ് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ b² - 4s ഉപയോഗിച്ചിട്ടും ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ഈ 7n എന്താണ് 7n പുറത്തെടുത്തു, ബാക്കിയിൽ n+7. ഓക്കെ, സോ ഹിയർ ആൾസോ n+7 ബ്രാക്കറ്റിനകത്ത് വരും. പുറത്ത് എന്താണ് 6 -6n. ഓക്കെ, അപ്പൊ n+7 ഒരു ഫാക്ടർ, n-6 ഒരു ഫാക്ടർ, ഈ പുറത്ത് കിടക്കുന്ന ആൾ ഒരു ഫാക്ടർ ആയിട്ട് വരും. സോ the answer is n-6 ഒരു ഫാക്ടർ and n+7 another factor. Okay, so n-1 n-6 0 എന്ന് എടുക്കാം. n 6, ഇതിന്റെ വില 6. or n+7 0 എന്ന് എടുക്കാം. സോ n എന്താണ് -7. ഓക്കെ, ക്ലിയർ? -7 ആവില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് വാല്യൂ എടുക്കണം? 6 എടുക്കണം. ഒരിക്കലും സംഖ്യ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് അത് കിട്ടുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര പദങ്ങളാണ് അത് നമുക്ക് എന്താണ് -7 പദങ്ങളെന്ന് പറയാൻ പറ്റില്ല. സോ 6. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ മിഡിൽ ടൈം സ്പ്ലിറ്റ് മെത്തേഡ് അറിയാത്തവര് ദയവ് ചെയ്ത് b² - 4s മെത്തേഡ് ചെയ്തോളാം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the sum of the first n terms of an arithmetic sequence is 3n² plus 2n. Find the common difference and algebraic form of this sequence എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് SSLC എക്സാം മാർക്ക് 2016 തന്നെയാണ്. സം ഓഫ് ദ ഫസ്റ്റ് n terms of the sequence. അപ്പൊ സമ്മിന്റെ ഫോർമുലയാണ് നമുക്ക് വന്നിരിക്കുന്നത്. Sn is equal to 3n² plus 2n. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സംഖ്യ കിട്ടും. S1 is equal to 3 × 1² plus 2 × 1. Okay, that is 3 plus 2 5. ഇനി നമ്മൾ S2 കാണാം. അത് ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണുന്നത്, രണ്ടാമത്തെ പദമല്ല. 2² plus 2 എന്ന് കൊടുക്കാം. എന്നിന്റെ പ്ലേസിലൊക്കെ 2 എന്ന് കൊടുക്കാം. സോ ദിസ് is equal to 3 × 4 12 plus 4 is equal to 60. സോ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക, അതായത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു ആണ് S2 എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് 16. ഫസ്റ്റ് ടേമും S1 സെയിം ആയിരിക്കും. സോ 5 plus x2 is equal to 16. Therefore x2 is equal to 16 minus 5, that is 11. Okay, so second time കിട്ടി, നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് ആൽജിബ്രിക് ഫോം ആണ്. കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം? കുറയ്ക്കണം.
So D is equal to 11 minus 5, that is 6. പൊതു വ്യത്യാസം എന്താണ്? 6 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ എന്താണ് അടുത്ത ആൽജിബ്രിക് ഫോം എഴുതാം. അത് നമ്മുടെ ഇക്വേഷൻ എടുക്കാം. Equation that xn is equal to f plus n minus 1. So this is equal to first term. Here the first term is equal to 5 plus n minus 1 into d. What is d here? Here d is equal to 6. So this is equal to 5 plus 6n minus 6. So this is equal to 6n added, then positive sankhya, then negative sankhya. Okay, 6n plus 5 minus 6. അപ്പം plus 5 ചെറുതാണ്, minus 6 വലുതാണ്, വലുത് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, that is minus 1. So 6n minus 1. This is equal to xn. Clear? Okay, partially form. Right. Next question. Question number 3. The terms of an arithmetic sequence with a common difference 4 are natural numbers. If x is a term in this sequence, what is the next term? If the sum of the reciprocal of two consecutive terms of this sequence is 4 by 15, find those terms. The SLC exam March 2015 വളരെ കട്ടിയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? It's easy. If x is a term in this sequence, what is the next term? ഇതിനകത്ത് x ഒരു പദമാണെങ്കിൽ അടുത്ത പദം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞ കോമൺ ഡിഫറൻസ് 4 ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ എക്സ് ഒരു ടേം ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? എക്സ് പ്ലസ് 4. കാരണം കോമൺ ഡിഫറൻസ് 4 ആണ്. ക്ലിയർ? അതായത് നമ്മുടെ എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ഡി ഇതാണ് നെക്സ്റ്റ് ടേം. ഏതൊരാളുടെയും നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡി ആണ്. അപ്പൊ എക്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേം എക്സ് പ്ലസ് ഡി. വൈ തന്നിട്ട് നെക്സ്റ്റ് ടേം എന്ന് വെച്ചാൽ വൈ പ്ലസ് ഡി. സോ ദിസ് ഇസ് ദ ആൻസർ. അത്രോ എക്സ് പ്ലസ് 4 നിങ്ങൾ എഴുതണം. എക്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേം എക്സ് പ്ലസ് 4, കാരണം 4 ആണ് കോമൺ ഡിഫറൻസ്. If the sum of the reciprocal of two consecutive terms of this sequence is 4 by 15, find those terms. ഇതിനകത്ത് ഇതിന്റെ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് കോൺസിക്യൂട്ടീവ് ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഫസ്റ്റ് ടേം ഇത് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കണം. തുടർച്ചയായിട്ടുള്ള രണ്ട് തൊട്ടടുത്തുള്ള പദങ്ങൾ തമ്മിൽ അവരെ വിൽക്കം എടുക്കാം, തിരിച്ചിടണം. എന്നിട്ട് കൂട്ടുമ്പോൾ ഫസ്റ്റ് ടേം ഓഫ് സീക്വൻസ് ഈസ് 4 by 15 ആണ് എന്നാണ് പറയാം. അപ്പൊ നമുക്ക് തിരിച്ചിടാം 1 by x പ്ലസ് എന്താണ് 1 by x plus 4 and it is given as 4 by 15. Okay, then ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into x plus 4 എന്ന് പറയുമ്പോൾ x plus 4, okay, x into 1 എന്ന് പറയുമ്പോൾ that is plus x divided by ഇവിടെ താഴെ x into x plus 4. Okay, clear? സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബ്രാക്കറ്റ് കളയുമ്പോൾ എക്സും എക്സും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ 2x കിട്ടും. സോ ദിസ് ബിക്കം 2x 2x പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4. ക്ലിയർ? സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ 4 by 15. സോ 2x plus 4 divided by താഴെ എന്താണ് x into x plus 4. x into x plus 4 is equal to 4 by 15. 4 by 15 ആണ്. ഓക്കെ, സോ ഇതെന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x plus 4 into 15 is equal to 4 into x into x plus 4. ഓക്കെ, അപ്പൊ ഇത് അകത്തോട്ടെടുത്ത് ഗുണിക്കണം. ഇത് അകത്തോട്ടെടുത്ത് ഗുണിക്കുമ്പോൾ 15 into 2 എന്ന് പറയുമ്പോൾ 30x പ്ലസ് എന്താണ് 15 into 4 15 into 4 4 into 0 2 4 2 6 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 60.
ഓക്കെ 30x പ്ലസ് 60 സീക്വൽ ടു ഇവിടെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അതുപോലെ എക്സ് ഇൻറ്റു 4 4x. ഇത് ആദ്യം ചെയ്യണം. ദെൻ ഇവിടെ 4 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. സോ 4 ഇൻറ്റു എക്സ് സ്ക്വയർ 4x സ്ക്വയർ. Then 4 into 4 16x plus 16. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30x ഇപ്പുറത്തേക്ക് എടുക്കുന്നു, 16 ഇപ്പുറത്തേക്ക് എടുക്കുന്നു. സോ ദിസ് ബിക്കം 4x സ്ക്വയർ പ്ലസ് 16x മൈനസ് 30x മൈനസ് 60 ഈക്വൽ ടു 0. ക്ലിയർ ആണോ? അതായത് ഇവർ രണ്ടുപേരെയും നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ക്ലിയർ ആണോ? ഓക്കെ. സോ 16x 30x പോലെ 30x 16x കുറച്ചിട്ട് 30ന്റെ ചിഹ്നം കൊടുക്കുക. സോ ദിസ് ബിക്കം 4x സ്ക്വയർ മൈനസ് 14x മൈനസ് 16 ഈക്വൽ ടു എന്താണ് 0. ഇനി നിങ്ങൾ ഇത് സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ മിഡിൽ സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4 ഉപയോഗിക്കാം. മിഡിൽ സ്പ്ലിറ്റ് മെത്തേഡ് ആണെങ്കിൽ 4നെ മൈനസ് 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും? 120 കിട്ടും. മൈനസ് 120 64 240 കിട്ടും. അപ്പൊ 240 നമ്മൾ ഗുണിച്ചാൽ 240 കിട്ടുന്നതും എന്നാൽ കൂട്ടിയാൽ മൈനസ് 14 കിട്ടുന്നതുമായിട്ടുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ 24 10 ആണ്. 24 10 24 × 10 240. 24 മൈനസ് 10 മൈനസ് 14 കിട്ടും. അപ്പൊ മൈനസ് 24 പ്ലസ് 10 ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? സോ അല്ലാത്തവർക്ക് എ സമം എടുത്ത് ബി സമം എടുത്ത് സി സമം എടുത്ത് ചെയ്യാട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ഈ മെത്തേഡ് അറിയാൻ പാടില്ലല്ലോ, ഇതും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. 4x സ്ക്വയർ മൈനസ് 14x മൈനസ് 60 ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇത് എ സമം 4 ബി സമം മൈനസ് 14 സി സമം മൈനസ് 60 എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് എക്സിന്റെ വില കണ്ടെത്തിയാലും ഉത്തരമാവും. ഇവിടെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 24x പ്ലസ് 10x കിട്ടിയോ? ഇവിടെ 4x സ്ക്വയർ മൈനസ് 60 ഈക്വൽ ടു 0. ഈ നമ്മൾ ഇത് രണ്ടിനെ കാറ്ററൈസ് ചെയ്യുക. ഇതിന് കോമൺ ആയിട്ട് എടുക്കാൻ നമുക്ക് 4x കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഇവിടുന്ന് 4x പോയി കഴിഞ്ഞ് പിന്നെ ഒരു x ബാക്കി വരും. ഇവിടെ 6 4 24 ഒരു 6 ബാക്കി വരും. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത ഈ x - 6 ഇവിടെയും ബാക്കിനകത്ത് വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 60 വേണമെങ്കിൽ ഇവിടെ പുറത്ത് എന്ത് എഴുതണം? 10 ഇടണം. 10 × 6 മൈനസ് 60 10 × x പ്ലസ് 10x. ഓക്കെ. ഇതിന് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് നമ്മൾ ഒരു ഫാക്ടർ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് x മൈനസ് 6. ക്ലിയർ? ബ്രാക്കറ്റിന് പുറത്തുള്ളത് മറ്റൊരു ഫാക്ടർ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 4x പ്ലസ് ഇതാണ് 10. ഓക്കെ. x മൈനസ് 6ഉം 4x പ്ലസ് 10. പിന്നെ അത് ഓരോന്നിനും എക്സിന്റെ വില നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് x മൈനസ് 6. ഫസ്റ്റ് x മൈനസ് 6. 4x minus 6 is equal to 0. X is equal to 6. Similarly, 4x plus 10 equal to 0. 4x is equal to minus 10. X is equal to minus 10 by 4. Okay, that is equal to minus 2.5. Okay, so മൈനസ് 2.5 നമുക്ക് എടുക്കില്ല, അത് നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ എക്സിന്റെ വില എന്തായിട്ട് എടുക്കണം? 6 ആയിട്ട് എടുക്കണം. അപ്പൊ 6 ആണെങ്കിൽ തൊട്ടടുത്തുള്ള പദം എന്തായിരിക്കും? 6 plus 4 that is 10. So one of the values is equal to 6. Then x plus 4 ആണ് അടുത്ത ടേം. So x plus 4 is equal to 10. അപ്പൊ 6ഉം 10ഉം ആണെങ്കിൽ നമ്മൾ എന്ത് കിട്ടും? ചോദ്യം മറന്നുപോയാ സം ഓഫ് ദ റെസിപ്രോക്കൽ 6ന്റെയും 10ന്റെയും റെസിപ്രോക്കൽ എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4/15 ആൻസർ ആയിട്ട് കിട്ടും. Number 4. Consider the arithmetic sequence 9, 15, 21. Write the algebraic form of the sequence. Find the 25th term of the sequence. Find the sum of the terms from 25th to 15th of the sequence. Can the sum of some terms of the sequence be 2015? Why? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ആ സീക്വൻസ് പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് 9,
കണ്ടോ ഫസ്റ്റ് ടൈം 9 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കൂടെ തന്നെ കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 15 മൈനസ് 9 ദാറ്റ് ഈസ് 9 6 15 6. ഓക്കെ, ഇതിന്റെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു ആളുടെയും ആൽജിബ്രിക് ഫോം xn is equal to എന്താണ് an plus b എന്ന രൂപത്തിലായിരുന്നു. ഒരു സംഖ്യ ഉണ്ടാവും, കൂടെ n ഉണ്ടാവും, പ്ലസ് എന്താണ് മറ്റൊരു സംഖ്യ ഉണ്ടാവും. a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസും b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസും ആണ്. ദിസ് ഈസ് കോമൺ ഡിഫറൻസ് ആണ് ആക്ച്വലി dn പ്ലസ് b എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് f മൈനസ് d. കണ്ടോ, ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് xn കണ്ടുപിടിക്കാം. xn ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു, മറ്റേ ഫോർമുല ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 6, then n, then plus f minus d. f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9. 9 മൈനസ് 6 3. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ ഇത് കണ്ടത്. അല്ലെങ്കിൽ xn നമ്മൾ നേരത്തെ ഇതുപോലെ f plus n minus 1 d ഉപയോഗിച്ചിട്ടും ഇത് കാണാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. റൈറ്റ് ദി ആൽജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ്. And the second question, find the 25th term of the sequence. ഇതിനകത്ത് 25ാമത്തെ പദം കാണാം. വെരി ഈസി ആണ്. ഇവിടെ 25 എന്ന് കൊടുത്താൽ മതി. 6 into 25 plus 3. 25 4 100 ആണ്. രണ്ടും കൂടി വരുമ്പോൾ 150 plus 3 153. ഓക്കെ, അപ്പൊ 153 കിട്ടി നമുക്ക്. അത് കഴിഞ്ഞു. The C question, find the sum of the terms from 25th to 15th of the sequence. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 25ാമത്തെ പദം മുതൽ 50ാമത്തെ പദം വരെയുള്ള സംഖ്യകളുടെ തുക എന്ത് ചെയ്യണം നമ്മൾ കാണണം. അപ്പൊ 50ാമത്തെ പദം നമുക്ക് എത്രയാണെന്ന് അറിയണം. അപ്പൊ നമുക്ക് നോക്കാം. 25ാമത്തെ പദം. 25ാമത്തെ പദം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 153 ആണ്. ഓക്കെ, ഇതേ 50ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണം. 50ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും? xn is equal to ഇവിടെ കിട്ടിയേക്കുന്ന ഫോർമുല എന്താ? 6n plus 3 എന്നാണ് അല്ലേ? അപ്പൊ ആ ഫോർമുലയിൽ 50 കൊടുത്താൽ പോരെ? 6n plus 3. So this is equal to 6 into 50 plus 3. 300 plus 3 that is equal to 303. ഓക്കെ, അപ്പൊ ഇവിടെ 50ാമത്തെ പദം കിട്ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 25ാമത്തെ പദം മുതൽ എന്താണ് 50ാമത്തെ പദം വരെ x50 50ാമത്തെ പദം വരെയുള്ള സംഖ്യയുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് ലാസ്റ്റ് ടൈം ആയിട്ട് എടുത്തിട്ട് സമ്മിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. സമ്മിന്റെ ഒരു ഫോർമുല ഇങ്ങനെയാണ്: n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ആ ഫോർമുലയിലേക്ക് ഇത് കൊടുക്കാം. സോ ദിസ് ബിക്കം n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം എത്രയാണ് നമുക്ക് കിട്ടിയത്? 153 പ്ലസ് ലാസ്റ്റ് ടൈം എത്രയാണ്? 303. ക്ലിയർ? ഓക്കെ, അപ്പോ നമുക്കറിയാം 25 ഉൾപ്പെടെ 50 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാമോ? 26 സംഖ്യകളുണ്ട്. സോ എന്നിന്റെ സ്ഥലത്ത് 26. സോ 26 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 13. ദെൻ 153 303 കൂട്ടുക, അപ്പോൾ 456. ഓക്കെ, ഇതിനെ നമ്മൾ ഗുണിക്കുമ്പോൾ യു വിൽ ഗെറ്റ് 5928. ഓക്കെ, സോ ആദ്യത്തെ 26 പദങ്ങളുടെ തുക 5928. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. കഴിഞ്ഞിട്ടില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൽജിബ്രിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 8 11 14. Is 1 to 1 a term of the sequence? Why? Prove that the square of any terms of the sequence will not occur in the sequence. Write the algebraic form of the arithmetic sequence 8 11 14. 8 11 14. ഇതിന്റെ ആൽജിബ്രിക് ഫോം നമുക്ക് എഴുതണം. സോ ഇത് ഫസ്റ്റ് ടൈം നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി നോക്കിയേ. an പ്ലസ് b ആ രൂപത്തിലായിരിക്കും. a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 11 നിന്ന് 8 പറഞ്ഞു കഴിഞ്ഞാൽ 8 2 19 3. സോ ദിസ് ഇസ് 3n പ്ലസ് f മൈനസ് d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8ന്ന് ആ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 3 ആയിരുന്നു. സോ 8 മൈനസ് 3 5. സോ യുവർ ആൻസർ ഇസ് 3n പ്ലസ് 5. പെട്ടെന്ന് കഴിയും. ഓക്കെ, then second question, is 121 a term of the sequence? Why?
121 ടേം ആണോ ഇത് നമ്മൾ ആദ്യം എന്താണ് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഫോർമുല എന്താണ് എക്സ് എൻ മൈനസ് എഫ് ഓർമ്മയുണ്ടോ ബൈ ഡി പ്ലസ് 121 ടേം ആണോ എന്ന് ചോദിച്ച ഉടനെ എക്സിന്റെ പ്ലേസിൽ 121 കൊടുക്കുക. മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 3 പ്ലസ് 1. സോ 121 8 കുറയ്ക്കുക. 1 കുറഞ്ഞാൽ 120, പിന്നെ ഒരു 7 കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ 113. 113/3 പ്ലസ് 1 ആണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 113 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 121 ഈസ് നോട്ട് ഇൻ എഫ് അല്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദി സീക്വൻസ് വിൽ നോട്ട് ഒക്കർ ഇൻ ദി സീക്വൻസ്. ഈ ടേമിന്റെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ, സപ്പോസ് 8ന്റെ സ്ക്വയർ എത്രയാണ് 64, അത് ഇവിടെ വരില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം തെളിയിക്കണം. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിനകത്ത് പദമല്ല എന്ന് തെളിയിക്കാം, അല്ലെങ്കിൽ മറ്റൊരു മാർഗം ജനറൽ ആയിട്ട് തെളിയിക്കാം. ജനറൽ ആയിട്ട് തെളിയിക്കാനാണ് സാർ പോകുന്നത്. ഇതിനകത്തുള്ള ഏതൊരാളുടെയും രൂപം എന്ന് പറയുന്നത് 3 × n പിന്നെ ഏറ്റവും അവസാനം റിമൈൻഡർ 5 ആയിരിക്കണം. അപ്പോൾ ഏതൊരാളും സ്ക്വയർ ചെയ്താലും ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2 × 3 × 2 × 3n × 5 പ്ലസ് എന്താണ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ. വാട്ട് ഈസ് 3 സ്ക്വയർ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 9n സ്ക്വയർ പ്ലസ് 23 6 × 5 30n പ്ലസ് എന്താണ് ദിസ് ഈസ് 5 സ്ക്വയർ 25. ഓക്കെ, 25 നമുക്ക് തിരുത്തി 24 പ്ലസ് 1 എഴുതാം. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് 3 ഉണ്ട്. അപ്പൊ 3 നമുക്ക് പുറത്തോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ബാക്കി വരും. 3n സ്ക്വയർ പ്ലസ് ഇവിടെ 10n പ്ലസ് n 3 24 8 ഉണ്ടോ. ഇതിന് മാത്രം പുറത്തിട്ട് പ്ലസ് 1 അവിടെ പുറത്തിട്ടു. ക്ലിയർ? സോ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു n ആയിട്ട് എടുക്കാം. ഇതൊരു ബീജഗണിത വാചകമാണ്. 3n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 8. അത്രയും ആൾക്കാർ നമ്മൾ m എന്ന് എടുത്തു കഴിഞ്ഞാൽ സോ m എന്ന് എടുക്കുക. m സോ ദിസ് ഈസ് ഈക്വൽ ടു n അല്ല m എന്ന് എടുക്കാം. 3m പ്ലസ് 1. സോ 3m പ്ലസ് 1 അതിൽ വരേണ്ടത് നമുക്ക് വരേണ്ടത് 3n പ്ലസ് 5 ആണ്. റിമൈൻഡർ വരേണ്ടത് എന്താണ് 5 ആണ്. ശരിയോ? സോ ഇങ്ങനെ തെളിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ അതിനകത്ത് ഒരു സംഖ്യ എടുക്കുക. സപ്പോസ് 8ന്റെ സ്ക്വയർ എടുക്കാം. അതായത് അത് എത്രയാണ് 64. എന്നിട്ട് 64 ഇതിനകത്തൊരു പദമാകുമോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് എഫ് ബൈ ഡി എന്താണ് പ്ലസ് 1. ഇവിടെ ഈ 64 കൊടുത്തിട്ട് ഇത് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഹരിക്കാൻ പറ്റില്ല എന്നിട്ട് പറയാം സ്ക്വയർ ഇതിനകത്ത് പദമാവില്ല. ഓക്കെ, ക്ലിയർ? Question number 6. Consider the arithmetic sequence 6, 10, 14. What is the sum of the first n consecutive terms of the above sequence? How many consecutive terms from the beginning should be added together to get 240? Can the sum of the first few consecutive terms become 250? Why? SSLC exam March 2014 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നത് ജനറൽ ഫോം കണ്ടുപിടിക്കാനാണ്. n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് വില കൊടുക്കാണ്ട് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യാം. n/2 ഇൻറ്റു എന്താണ് 2f പ്ലസ് n-1 ഇൻറ്റു t. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു n-ന് വില കൊടുക്കണ്ട n/2 ഇൻറ്റു 2 ഇൻറ്റു f. വാട്ട് ഈസ് f? നമുക്ക് അറിയാം 6. That is 6 plus n-1 into t. What is t? 10 minus 6. That is 4. Okay. So, this number 2 get cancel. But 2. So, n into 6. That is 6n plus n into n square. N square. N square minus ഓക്കെ, അങ്ങനെ ചെയ്യാം. എൻ്റെ ബ്രാക്കറ്റിനകത്ത് ആദ്യം ചെയ്യാം. സോ n പുറത്ത് വന്നോട്ടെ, 6 അകത്തുണ്ട് പ്ലസ്
ഈ 2 അകത്തേക്ക് കൊണ്ടുവച്ചപ്പോൾ 2n -2. ഓക്കെ, സോ 6 -2 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? +4 കിട്ടും. n ഇൻറ്റു 2n + 4. Okay, clear? So that is equal to n into 2n square plus n into 4, 4n. So this is Sn. ഇതാണ് sum of the first n consecutive terms of the above sequence. അത് കാണാനുള്ള ഫോർമുല. Okay. Then the next question. How many consecutive terms from the beginning should be added to get 250? 250 കിട്ടണമെങ്കിൽ എത്ര പദങ്ങൾ നമ്മൾ കൂട്ടണം, എത്ര ആൾക്കാരെ കൂട്ടിയാണ് 250 കിട്ടണം. അപ്പൊ നമ്മൾ ഈ എസ്എന്റെ പ്ലേസിൽ 250 കൊടുത്തിട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ഫോർമുല എഴുതാം. എസ്എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ ഈ എസ്എന്റെ സെറ്റ് നമ്മൾ തുക എത്ര വരുന്നത്? 240 ഈക്വൽ ടു n/2 ഇൻറ്റു എന്താണ് 2f. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 2n square plus 4n. Okay, so just to put that equation here. So 240 is equal to 2n square plus 4n. Okay, and ചെയ്ത് അവസാനം തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാൻ വേണ്ടത് ഇതിനെ സോൾവ് ചെയ്യണം. 250 എപ്പോഴത്തേക്ക് എടുക്കുക. സോ ദിസ് ബിക്കം എന്താണ് 2n square plus 4n minus 240. ഇതിനൊന്ന് ചെറുതാക്കാം. അപ്പൊ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെറുതാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് n square plus 2 minus 120 equal to എന്താണ് 0. ഓക്കെ, ഇങ്ങനെയാണ് വരാം. n square 2n, this is 2n, 4n. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യണം. അപ്പൊ a സമം എന്താണ് 1, b സമം 2, c സമം എന്താണ് -120. ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ a സമം 1, ഇവിടെ ഒന്നുമില്ല. അപ്പൊ 1, ഇവിടെ b സമം 2 and c സമം -120. ക്ലിയർ? So first of all, b square minus 4ac കണ്ടുപിടിക്കാം. b square minus 4ac root of, and it is equal to root of b square. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ആണ്. 2 square minus 4 into a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. c എന്ന് പറഞ്ഞാൽ -125 ആണ്. സോ 2 പ്രാവശ്യം മൈനസ് വരുന്നുണ്ട്, അത് പോസിറ്റീവ് ആവും. സോ ദിസ് ബിക്കം റൂട്ട് ഓഫ് 4 പ്ലസ് 4 into 125, 400 and 500. Okay, 500. So the root of 504 അല്ലെ, റൂട്ട് 504 ആണ് ആൻസർ ആയിട്ട് വരാം. 504 റൂട്ടിലില്ല, പണിയായി. നമ്മൾ എന്താ വെച്ചാൽ 504 പിന്നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയും. നമുക്കിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ 2 4 10 5 എന്താണ് 2 252. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 126. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 63. ഇനി 2 വെച്ച് പോകില്ല. 7 വെച്ചു, 763. നമ്മൾ ഇനി ഇവിടെ 3 വെച്ചു. ഇത്രേ. ഇത് 2 2 ഒരു 2 പുറത്തെടുക്കണം. 2 3 ഒരു 3 പുറത്തെടുക്കുക. ഉണ്ടോ? ബാക്കി 2 വെച്ചില്ലാത്തത് പരസ്പരം ഗുണിക്കുക. അപ്പോൾ 14 കിട്ടും. ഓക്കെ, അത് റൂട്ടിനകത്ത്. സോ ദ ആൻസർ ഈസ്, പുറത്ത് നമ്മൾ നേരത്തെ തമ്മിൽ ഗുണിച്ചപ്പോൾ 3 2 6 root 40. 6 root 40. This is the b square minus 4ac. Clear ആണോ? Then x ആണ്. x ന്റെ ഫോർമുല നമുക്കറിയാലോ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square minus 4ac ഹോൾ ഡിവൈഡ് ബൈ എന്താണ് 2a. So this is equal to minus what is b? b is equal to 2 plus or minus root of b square minus 4ac എന്ന് പറഞ്ഞിട്ട് 6 root 14 divided by 2a. 2 into 1. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഇവിടെ 2 വെച്ച് ഇതിനെ വെട്ടിപ്പോൾ ഇവിടെ 1 കിട്ടും, ഇവിടെ 3 കിട്ടും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ 2 ഉത്തരം കിട്ടും. ഒന്നുകിൽ -1 പ്ലസ് 3 root 14, അല്ലെങ്കിൽ എന്താണ് -1 മൈനസ് 3 root 14. ഓക്കെ,
ഇതൊരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. നമുക്ക് എന്ത് കിട്ടണം? എണ്ണൽ സംഖ്യ കിട്ടണം. അതുകൊണ്ട് 250 ഒരു സംഖ്യകളും നമ്മൾ കൂട്ടിയാലും ഇതിനകത്ത് 250 ആവില്ല തുക. ചോദ്യം 250 തുക ആകുമോ എന്നുള്ളതാണ്. നമ്മൾ ആയില്ല എന്നെന്താണ് കണ്ടെത്തുകയാണ്. നമ്മളിവിടെ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? യെസ്, സോറി. ഇവിടെ 240 ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളത് 250 ആക്കാം. സോറി കേട്ടോ, 250 ഇവിടെ വരുന്നത്. So this is 250 and 125. Which is equal to 125 ആണ് വരിക. So the final answer ഇവിടെ 125 എന്ന് എഴുതി. ബാക്കിയൊക്കെ ശരിയാണ്. ഓക്കെ. Question number 7. Write the algebraic form of the arithmetic sequence 1, 4, 7, 10. Is 100 a term of the sequence y? Prove that the square of any terms of the sequence is also a term of it. ഇവിടെ 1, 4, 7, 10 എന്ന് പറയുന്ന ശ്രേണിയിലെ എന്താണ് 100 ആൽജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽജിബ്രിക് ഫോം പെട്ടെന്ന് എഴുതാനായിട്ട് a പ്ലസ് എന്താണ് an പ്ലസ് b. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 4ന് 1 വെച്ചാൽ 3 കിട്ടും. ഇപ്പൊ 3n പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് മൈനസ് ടി. അതിന് 1 കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാണ്. ദാറ്റ് ഇസ് 1 മൈനസ് 3, ദാറ്റ് ഇസ് മൈനസ് 2. സോ ദ ആൻസർ ഇസ് 3n മൈനസ് 2. ഓക്കെ, യെസ്. Then second question is 100 a term of the sequence y. അപ്പോൾ ഇവിടെ x is equal to 3n minus 2. അപ്പൊ ഈ 100 ഇവിടെ കൊടുക്കാം. 100 is equal to എന്താണ് 3n minus 2. So 3n is equal to 100 plus 2. That is 3n is equal to 102. n is equal to 102 by 3. ആയിരിക്കാൻ പറ്റും നോക്കാം. 3 9 സിസ്റ്റം 12 4 പ്രാവശ്യം പോകും. 34 തവണ പോകും. So 34ാമത്തെ പദമാണ് 100. Yes, 100 is the term of this sequence. Okay. And final question question C എന്ന് പറയുന്നത് എന്താണ്? Prove that the square of any terms of the sequence also term of it. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേയും ചെയ്തതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്വയർ കാണാം. സ്ക്വയർ കാണാന്ന് പറഞ്ഞാൽ ഈ ജനറൽ ഇക്വേഷന്റെ സ്ക്വയർ നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് കാണാം. സോ എക്സന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3n minus 2 സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് ഇൻ ദ ഫോം a minus b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ 9 n സ്ക്വയർ minus 2 into a into b എന്ന് പറയുമ്പോൾ 2 into 3 6 6 into 2 12n പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 4. ക്ലിയർ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ 4ന് പകരം സാർ ഇവിടെ 4നെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 6 മൈനസ് 2 അങ്ങനെ എഴുതുകയാണ്. അങ്ങനെ എഴുതുകയാണെങ്കിൽ അതിനകത്ത് എല്ലാത്തിൽ നിന്ന് 3 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹിയർ 3n സ്ക്വയർ മൈനസ് 4n plus 2 minus 2. Okay, so ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? ഈ ഇത്രയും ആൾക്കാർക്ക് വരെ ഞാൻ m എന്ന് കൊടുത്തു കഴിഞ്ഞാൽ this become 3m minus 2. ഇതേപോലെ തന്നെ അല്ലേ ഇവിടെ 3n minus 2. സോ ഈ ശ്രേണിയിൽ, അതായത് നമ്മൾ ഈ nth ടേം നമുക്ക് കാണുന്ന അതേ രൂപം തന്നെ നമ്മൾ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ കിട്ടണം. അപ്പൊ m ഉൾപ്പെടുന്ന ഒരു സംഖ്യ ഇവിടെ നമ്മൾ m എന്ന് എഴുതിയാൽ മതി. അപ്പൊ അതേപോലെ തന്നെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4നെ 6 മൈനസ് 2 എന്ന് പറഞ്ഞ് എഴുതിയത്. ക്ലിയർ ആണ്? അപ്പൊ 3m മൈനസ് 2 എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഏതൊരു സംഖ്യയുടെ സ്ക്വയർ ഇതിനകത്ത് പദമായിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8, the last question in this part. The third term of an arithmetic sequence is 34 and its eighth term is 69. Find the common difference of the sequence. Write the algebraic form of the sequence. If a new sequence is formed by multiplying each term of the given sequence by 4 and then adding 3,
What is the 10th term of the new sequence so formed? ഇത് ഇച്ചിരി വലുതും എന്നാൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് the third term of an arithmetic sequence is 34. That is x3 is given. 34. And the 8th term is 69. This x8 is given as 69 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് ആണല്ലോ. ഡി എസ് ഇക്വൽ എന്താണ് 69ൽ നിന്ന് നമ്മൾ ആ 34 കുറച്ചിട്ട് എന്ത് ചെയ്യണം? 8ന് 3 കുറയ്ക്കണം. ദാറ്റ് ഈസ് 8 minus 3 is equal to 5. So when you do this, you will get d sum 7. 7 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഡി കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം ചെയ്യുക. റൈറ്റ് ദ ആൽജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ്. എക്സ് എൻ ഇസ് ഇക്വൽ ടു ഇപ്പൊ ഞാൻ പഠിപ്പിച്ചെന്നുള്ളൂ. എ എൻ പ്ലസ് എന്താണ്? ബി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് 7 എൻ പ്ലസ് ബി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് എന്ത് കുറയ്ക്കണം? കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ദാറ്റ് ഈസ് എഫ് മൈനസ് ഡി. ക്ലിയർ? ബട്ട് അത് നമുക്കറിയില്ല, അത് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എക്സ് എന്നിന്റെ ഫോർമുല ഇതാണ് ഇപ്പൊ കിട്ടി. ഇനി ഇവിടെ മൂന്നാമത്തെ ടേം 34 എന്നല്ലേ, അപ്പൊ നമുക്ക് x3 എഴുതാലോ. x3 സമം എന്താണ്? 34. സോ x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടേം പ്ലസ് 2d ആണ് അല്ലേ? ദാറ്റ് ഈസ് 34 is equal to ഫസ്റ്റ് ടേം പ്ലസ് 2 into d. d എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ ദാറ്റ് ഈസ് 14. ഇവിടെ 34 equal to f plus 2 into 7. That is 14. This one is 14. 14 അപ്പുറത്തേക്ക് എടുത്താൽ 34 minus 14 is equal to f. That is equal to 20. Okay. So according to our equation, f ന്റെ വാല്യൂ എന്താണ്? 20 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 7n plus 20 minus 7. 20 minus 7 that is 13. So the answer is 7n plus 13. 7n plus 13. That is the algebraic form of the sequence. And also, if a new sequence is formed by multiplying each term of the given sequence by 4 and then adding 3, what is the 10th term of the new sequence of formed? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സീക്വൻസ് എന്ന് പറയുന്നത് 7n plus 13 ആണ്. ഈ 7n plus 30 സോറി, ഈ 7n plus 13നോട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇൻറ്റു 4 4 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 4 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 3 കൂട്ടുക എന്നാണ് പറയുന്നത് ഓരോ ആൾക്കാർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 × 7 28. 28 n പ്ലസ് 4 × 13 എന്ന് പറഞ്ഞാൽ 52 വരും. എന്നിട്ട് 3 കൂട്ടാൻ. സോ അത് 55 ആവും. സോ ദിസ് ബിക്കം 28 n പ്ലസ് എന്താണ് 55. ഓക്കെ, ദിസ് ഈസ് അവർ xn. ദെൻ 10ാമത്തെ പദം ചോദിക്കുമ്പോൾ n ന് 10 കൊടുത്താൽ മതി. സോ x10 is equal to 28 into 10 plus 55. So that is 280 plus 55. So this is equal to 335. Okay, clear? So the 10th term of the sequence is 335. So please visit next part 4 mark question. ഇപ്പോൾ നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡീൽ ചെയ്തത്. ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു. Please join our crash course for physics and chemistry. Only 50 can apply now.